بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും ചെയ്തു പോരുന്ന ഒരു കാര്യമാണ് ഭക്ഷണം കഴിക്കുക എന്ന ദിനചര്യയുടെ പ്രധാന ഭാഗമായിട്ടുള്ള പ്രവൃത്തി. അതിൻ്റെ ഇസ്ലാമികമായ ചില കാഴ്ചപ്പാടുകളെ കുറിച്ചുള്ള പരിമിതമായ ഒരു ചർച്ചയാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. നമുക്കറിയാം, അള്ളാഹുവിന്റെ ദീനിൽ ഒരു മനുഷ്യന് എല്ലാ മേഖലകളിലും കൃത്യമായ നിർദ്ദേശം ഉണ്ട് എന്ന കാര്യം. അങ്ങനെയെങ്കിൽ ദിനചര്യകളിൽ ഈ മതം എത്രമാത്രം കടന്ന് ഇടപെടുന്നു എന്നതാണ് വസ്തുത. അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഭക്ഷണം കഴിക്കുക എന്നത് ഒരു സാധാരണ പ്രവൃത്തിയല്ല. പരിശുദ്ധമായ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന രീതികൾ നമ്മൾ അവലംബിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എന്നത് ഒരു ഇബാദത്താണ്. ഒന്നുകൂടി പറയാം, ഭക്ഷണം കഴിക്കുക എന്നത് ഒരു ഇബാദത്താണ്. ഇനി അതിനപ്പുറത്തേക്ക് കടത്തി പറഞ്ഞാൽ, പരിശുദ്ധ മതം അനുശാസിക്കുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതിൽ നമ്മൾ അദബ് പാലിച്ചില്ല എങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ബറക്കത്ത് പോകും. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും തൊഴിലിലും ഒക്കെ ഉള്ള ബറക്കത്തുകൾ ഉണ്ടാക്കിയെടുക്കാനും ഭക്ഷണം കഴിക്കുന്നതിലുള്ള അദബുകൾ ഒന്ന് പരിഗണിച്ചാലും നമുക്ക് സാധ്യമാകും. ഇൻഷാ അല്ലാഹ് അതിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും ഇൻഷാ അല്ലാഹ് ചില ഹദീസുകൾ നമുക്ക് ഇതിനോടനുബന്ധമായി ചേർത്ത് വായിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു റാഹത്ത് നമുക്ക് കിട്ടും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ബറക്കത്തു ത്വആമി അൽ വുളൂഉ ഖബ്ലഹു വൽ വുളൂഉ ബഅദഹു. ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ ബറക്കത്ത്, ഭക്ഷണം കഴിക്കുന്നത് ബറക്കത്ത് ഉണ്ടാവാൻ കൂടിയാണ്. ഭക്ഷണം കഴിക്കല് വിശപ്പടക്കാനും ആരോഗ്യത്തിനും വേണ്ടി മാത്രമല്ല. ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഒരു ബറക്കത്ത് നമുക്ക് കിട്ടണം. ഭക്ഷണം കഴിക്കുന്നതിന്റെ ബറക്കത്ത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഭക്ഷണം കഴിച്ചതിന്റെ ശേഷവും വായും കയ്യും കഴുകലാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം ബറക്കത്തു ത്വആമി അൽ വുളൂഉ ഖബ്ലഹു. ഭക്ഷണം കഴിക്കുന്നതിന്റെ പൂർണ്ണമായ ബറക്കത്ത് കിട്ടണമെങ്കിൽ അതിന് മുമ്പ് വുളൂ എന്നാ പറഞ്ഞത്. ഈ വുളൂ കൊണ്ടുള്ള ഉദ്ദേശം സാധാരണ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന വുളൂ അല്ല. പിന്നെയോ, രണ്ട് കൈയും വായും കഴുകുക എന്നതാണ് ഈ വുളൂ കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? കൈ കഴുകണം എന്നല്ല പഠിപ്പിച്ചത്, രണ്ട് കൈയും കഴുകണം. അപ്പൊ വലത്തെ കൈക്കല്ലേ ഭക്ഷണം കഴിക്കാം? അതെ, വലത്തെ കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ പോലും രണ്ട് കൈയും കഴുകുക എന്ന രീതിയാണ് ഭക്ഷണം കഴിക്കുന്നതിന്റെ ആദ്യത്തെ അതബ്. രണ്ട് കൈയും കഴുകണം, അതോടൊപ്പം വായും കഴുകണം. രണ്ട് കൈയും വായും കഴുകണം. ഈ ഹദീസിൽ വുളൂ എന്ന പ്രയോഗം കൊടുത്തപ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാവുന്നതാണ്. ഒരു ഇബാദത്തിന്റെ മുന്നോടിയായി വുളൂ എത്രമാത്രം പ്രാധാന്യമുള്ളതാണോ. ഉദാഹരണം, നിസ്കാരം, തവാഫ്, ഖുർആൻ സ്പർശിക്കുക, ഖുർആൻ കയ്യിലെടുത്തോത, ഇതൊക്കെ ഇബാദത്താണ്. ഇങ്ങനെയുള്ള ഇബാദത്തുകൾക്ക് വുളൂ പരിഗണിക്കപ്പെടുന്നത് ഏതൊരു അർഹതയിലാണോ അതേ ഒരു പരിഗണന പോലെയാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് രണ്ട് കൈയും വായും കഴുകണം. അപ്പൊ ഒരാൾക്ക് പൂർണ്ണ സുന്നത്ത് കിട്ടണമെങ്കിൽ രണ്ട് കൈയും വായും കഴുകിയാലാണ് സുന്നത്ത് കിട്ടുകയുള്ളൂ. ചില ആളുകളുണ്ട്, നമ്മളൊക്കെ അങ്ങനെയൊക്കെയാണ്, അശ്രദ്ധയിൽ സംഭവിക്കും. കൈയിന്റെ ഈ രണ്ട് വിരൽ മാത്രം ഇങ്ങനെ നനച്ചിട്ടൊരു വരവുണ്ട്, പക്ഷെ കൈ കഴുകിയ കൂലി കിട്ടൂല.
ഇബാദത്താണല്ലോ. നെയ്യത്ത് വെച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് സുന്നത്തിന് വേണ്ടി കയ്യ് വായ കഴുകുന്നെന്ന് നെയ്യത്തും കൂടി വെച്ച് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ആ പ്രതിഫലം നമുക്ക് ഉറപ്പാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അതുപോലെ തന്നെ ചെയ്യണം. അങ്ങനെ പഠിപ്പിച്ചു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ പഠിപ്പിച്ചു. ബറക്കത്തു തുആമി അൽ വുളൂഉ ഖബ്ലഹു വൽ വുളൂഉ ബഅദഹു. ഭക്ഷണം കഴിക്കുന്നതിന്റെ ബറക്കത്ത് ഭക്ഷണത്തിന് മുമ്പും ശേഷവും രണ്ട് കൈയും വായും കഴുകലാണ്. ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്. മറ്റൊരു ഹദീസ് നോക്കിക്കോ. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? ഒരു നിരോധനയാണ്. അവിടുന്ന് പഠിപ്പിച്ചത് ഒരു നിരോധനയാണ്. അന്നഹു നഹാ യശ്റബ റജുലു ഖായിമാ. നിന്നുകൊണ്ട് കുടിക്കുക എന്നത് റസൂലുള്ളാഹി നിരോധിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്നിട്ട് കുടിക്കാം, നിന്നിട്ട് കുടിക്കാം. ഇന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. കാരണം വഴിയോര കച്ചവടങ്ങളിലും അതുപോലെ തന്നെ നിത്യ കാര്യങ്ങളിൽ മുഴുവനും നിന്ന് കുടിക്കുക എന്നതൊരു പരിഗണനീയമായ കാര്യമായിട്ട് തോന്നുന്നില്ല. ആരും അത്ര അതിനെ വലിയ വില വെക്കാറില്ല. റസൂലുള്ളാഹി ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യമാണ്. ഈ ഹദീസ് നിവേദനം ചെയ്യുന്ന അനസ് റളിയല്ലാഹു അൻഹു ആണ്. സ്വഹാബികളിൽ വളരെയധികം എന്താ പറയാ, ഒരു വലിയ അവരെ പിടിച്ചു കുലുക്കി ചിന്തിപ്പിച്ച ഒരു വിഷയമാണ് ഈ വിഷയം, നിന്ന് കുടിക്കുക എന്നത്. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. സ്വഹാബികൾ ചോദിച്ചു, ഖുൽനാ ലി അനസിൻ ഫല്ലഖ്ലു. അനസ് തങ്ങളോട് സ്വഹാബികൾ ചോദിച്ചു, റസൂലുള്ളാഹി നിന്ന് കുടിക്കരുതെന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബിയായ പണ്ഡിതനായ അനസ് തങ്ങളോട് മറ്റു സ്വഹാബികൾ ചോദിച്ചു, അനസ് തങ്ങളെ അപ്പോൾ നിന്ന് തിന്നുക എന്നത് ഖാല ദാലിക അശറു. നിന്ന് കുടിക്കുന്നതിനേക്കാളും വളരെ വൃത്തികെട്ട സ്വഭാവമാണ്, നിന്ന് കുടിക്കുന്നതിനേക്കാളും ഷർറ് കൂടുതലാണ് നിന്ന് തിന്നുക എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും പഠിച്ചതായി അനസ് റളിയല്ലാഹു അൻഹു സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കാം. അവിടെ എന്താ പറഞ്ഞത്? നിന്ന് കുടിക്കലും നിന്ന് തിന്നലും സുന്നത്തിന് വിരുദ്ധമാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ബറക്കത്ത് പോകും. കാരണം തീറ്റയും കുടിയും എപ്പോഴുമുള്ള ഒരു ഇടം നമ്മുടെ കുടുംബമാണ്. എപ്പോഴും തിന്നലും കുടിക്കലും ഒക്കെ ഉണ്ടാവില്ല. എന്തായാലും 3 നേരം വീട്ടിൽ ഭക്ഷണം വെക്കൂലോ, അത് കഴിക്കണമല്ലോ. നിന്നിട്ടാവും ഇരുന്നിട്ടാവും. അതിൽ ഇത്തരം ശ്രദ്ധകൾ കൊടുത്തില്ലെങ്കിൽ റസൂലുള്ളാഹി ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്താൽ കുടുംബത്തിലെ ബർക്കത്ത് പോകും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ വിഷയത്തിൽ നമ്മുടെ സ്ത്രീകൾ അവർ ഉപ്പ് നോക്കുന്ന ആ ഒരു അല്പമാണെങ്കിലും വേവ് നോക്കുന്ന ഒരു അല്പമാണെങ്കിലും അതെന്തിനാ നിന്നിട്ട് ചെയ്യുന്നത്? അതെടുത്ത് അവിടെ ആ അടുപ്പിൻ തറയിലോ തിണ്ണയിലോ ആ സ്ലാബിലൊക്കെ ഒന്ന് ഇരുന്നിട്ട് ഒന്ന് വായിൽ വെച്ച് കഴിച്ചു നോക്കാം. ഒരിറക്കാണെങ്കിൽ പോലും അകത്തേക്ക് പോകുന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അദബ് ശ്രദ്ധിക്കണം. നിന്ന് കുടിച്ചാലും നിന്ന് തിന്നാലും ബറക്കത്ത് പോകും, ഷർറുണ്ടാകുമെന്നാ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി ഇതേക്കുറിച്ച് പറഞ്ഞത്. ഷർറുണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അല്ലെങ്കിലും നിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ ശരീരത്തിന് കേടാണെന്ന് തന്നെ ആധുനിക സയൻസ് പറയുന്നുണ്ട്. ധാരാളം അതേക്കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും. ഇന്നത്തെ കല്യാണ സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ്? പടച്ച റബ്ബേ, അതേക്കുറിച്ച് ഇതൊക്കെ പറയാതിരിക്കുക നല്ലത്. ആ സംവിധാനങ്ങളൊക്കെ കൊറോണ വന്നതുകൊണ്ട് കുറെ കാണ്ട് ഒഴിവായിട്ടുണ്ട്. ബൊഫെ ആയിട്ടും എന്തൊക്കെയാണ് നമുക്ക് കാണാനുള്ളത്. ഏതായാലും നിന്ന് കുടിക്കലും നിന്ന് തിന്നലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചതാണ്. ഇനിയോ ഭക്ഷണത്തിൽ ബർക്കത്ത് പോകുന്ന മറ്റൊരു കാര്യം കണ്ടോട്ടോ. കുടുംബത്തിലെ സന്തോഷം പോകും, ബർക്കത്തൊക്കെ പോകും. അബൂദാവൂദ് ഇമാമ് സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട് ഒരു ഹദീസ്. അൻ വഹ്ശി ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു അന്ന അസ്ഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലു. മഹാനായ വഹ്ശി ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു ആളെ നമുക്ക് ഏറെക്കുറെ അറിയാം അല്ലേ? ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉഹദിൽ വെച്ച് വകവരുത്തിയ ആ നീഗ്രോ വംശജനായ അടിമയാണ് വഹ്ശി ഇബ്നു ഹർബ് റളിയല്ലാഹു. വലിയ മഹാനാണ്, സൂഫിയാണ്, സ്വഹാബിയാണ്. പിന്നീട് വന്നുകൊണ്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. ഏതായാലും മഹാനവറുകൾ പറയുന്ന ഒരു ഹദീസ്,
അന്ന അസ്ഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാലു മഹാന്മാരായ സ്വഹാബത്ത് ഹബീബായ നബി തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു പരാതി പറഞ്ഞു. യാ റസൂലല്ലാഹ് ഇന്നാ നഅകുലു വലാ നശ്ബഉ. നബിയേ, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് ഞങ്ങളുടെ വയറ് നിറയുന്നില്ല നബിയേ. നമ്മൾ പറയാറുണ്ടല്ലോ, വയറും നിറയും മനസ്സും നിറയും. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഞങ്ങളുടെ വയറ് നിറയുന്നില്ല, മനസ്സും നിറയുന്നില്ല. എത്ര കഴിച്ചിട്ടും വയറ് നിറയാത്ത പോലെ, വിശപ്പ് മാറാത്ത പോലെ, ഒരു തൃപ്തി വരുന്നില്ല നബിയെ. ഇത് പല കുടുംബങ്ങളിലുമുണ്ട് ഈ അവസ്ഥ കേട്ടോ. ഇത് പല കുടുംബങ്ങളിലും കാണാൻ സാധ്യതയുണ്ട്. ഹബീബിന് രോഗം പിടികിട്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫലഅല്ലകും തഫ്തരിഖൂൻ. സഹാബികളെ, നിങ്ങൾ കൂട്ടമായിരുന്ന് ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ഓരോരുത്തർ അവന്റേതായ പാത്രത്തിൽ വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി ഇരുന്നല്ലേ കഴിക്കുക? അങ്ങനെയാണോ? നിങ്ങൾ അവിടെയും ഇവിടെയുമായി മാറി മാറിയിരുന്ന് എല്ലാരും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ചിരുന്നല്ലോ കഴിക്കുക? അല്ല നബിയെ, ഞങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് ഭക്ഷണം കഴിക്കുന്നത് ഒരു സമയത്താണെങ്കിൽ പോലും എല്ലാവരും പലയിടങ്ങളിലിരുന്ന കഴിക്കുക. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, എന്നാൽ ഫജ്തമിഉ അലാ തുആമികും, നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരിക്കണമെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടോ? നമ്മുടെ കുടുംബത്തിലെ ഫ്രീക്കന്മാര് മക്കള് 11 മണിക്ക് ഇഷ കഴിക്കും. സുബഹിക്ക് എണീക്കുന്ന വാപ്പായുമായും ഇഷ കഴിഞ്ഞ ഉടനെ കഴിക്കും. ഒരു അല്പം കൂടി മുതിർന്ന കുട്ടികൾ കുറച്ച് കഴിയട്ടെ എന്ന് പറയും. അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങൾക്കും സമയം പാലിക്കുന്ന പോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലും സമയം പാലിക്കണം. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണം. കുടുംബത്തിൽ ബർക്കത്തുണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കാരണം അങ്ങനെ കഴിക്കാനും അങ്ങനെ ചെയ്യാനാണ് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അപ്പൊ നമ്മൾ ചെയ്യണമല്ലോ. അള്ളാഹു ഈ ഹദീസ് നമുക്ക് പാഠമാക്കട്ടെ. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ഒരാൾ അതിൽ നേതൃത്വം കൊടുക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരാൾ ഉറക്കെ പറയാം, ബാക്കിയുള്ളവർ പറയണ്ട. ഈ ഒരാൾ ഇമാമ് നിൽക്കുന്ന പോലെയായി. കാരണം ഭക്ഷണം കഴിക്കൽ ഇബാദത്താണ്. ഭക്ഷണം കഴിക്കൽ ഇബാദത്താണ്. കഴിക്കേണ്ട പോലെ കഴിച്ചാൽ ഇബാദത്താകുള്ളൂ. അല്ലാതെ കണ്ണി കണ്ട പോലെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇബാദത്താണെന്നതിന് അർത്ഥമില്ല. ഭക്ഷണം കഴിക്കലിനെ ഒരു ഇബാദത്തിന്റെ പവിത്രതയിൽ നമ്മൾ പരിഗണിക്കണം. ഹബീബ് സ്വഹാബികളോട് പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അല്ലാഹുവിന്റെ നാമം നിങ്ങൾ ഉച്ചരിക്കണം. എന്നാൽ യുബാറക് ലക്കും ഫീ, ആ ഭക്ഷണം കഴിക്കലിൽ നിങ്ങൾക്ക് ബർക്കത്ത് ഉണ്ടാകുമെന്ന് നബിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഭക്ഷണം കഴിക്കലിൽ ബർക്കത്ത് ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അബൂദാവൂദിന്റെ സുനനിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഇനി മറ്റൊരു ഹദീസ് കണ്ടോ, അബൂദാവൂദിന്റെ സുനനിൽ തന്നെ നമുക്ക് പിന്നെയും കാണാം. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അകല അഹദുക്കും, നിങ്ങളിൽ ഓരോരുത്തരും ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ ഫലദ്കുർ ഇസ്മല്ലാഹി തആല, അല്ലാഹുവിന്റെ നാമമായ ബിസ്മിയെ ചൊല്ലണം. ബിസ്മി ചൊല്ലിയിട്ട് കഴിക്കണം. ബിസ്മി കൊണ്ട് തുടങ്ങണം. ബിസ്മി ചൊല്ലലം മറന്നാൽ ആദ്യം ബിസ്മി ചൊല്ലാൻ മറന്നാൽ ഫലഖുൽ ബിസ്മില്ലാഹി അവ്വലഹു വആഖിറ. ഒരു കാര്യത്തിൽ ഇങ്ങനെ ഇതുപോലെ എടുത്തു പറഞ്ഞിട്ടില്ല. നമ്മൾ ബിസ്മി ചൊല്ലേണ്ട ഏത് കാര്യത്തിനും ബിസ്മി മറന്നാൽ ഇടയിൽ ചൊല്ലിയാൽ മതി. ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു എന്ന് ചൊല്ലിയാൽ മതി. പക്ഷെ അങ്ങനെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഭക്ഷണം കഴിക്കലിനെ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഭക്ഷണം കഴിക്കലിന്റെ ഇടയിലാണെങ്കിൽ പോലും ഓർത്താൽ ബിസ്മി ചൊല്ലണം. ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു എന്ന് പറയണം. അത്രത്തോളം ബിസ്മി ചൊല്ലല് ശീലമാവണം. എങ്ങാനും മറന്നുപോയാൽ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, സക്കാത്തിന്റെ അധ്യായത്തില് മഹാനായ ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയില് ഒരു സംഭവം പറയുന്നത് കാണാം. സക്കാത്തിന്റെ അധ്യായത്തിൽ അരിഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലണം. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് ഇങ്ങനെ ചൊല്ലണം അരിഭക്ഷണം കഴിക്കുമ്പോൾ. എന്താ കാരണം എന്നറിയോ? തുഹ്ഫയ്ക്ക് വ്യാഖ്യാനം ഷെർവാനി കൊടുക്കുന്നുണ്ട്. അരിഭക്ഷണം കഴിക്കുമ്പോൾ ഇടയിൽ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. അരിഭക്ഷണം എന്ന് പറഞ്ഞാൽ ധാന്യ സംബന്ധമായിട്ടുള്ള ഗോതമ്പിന്റെ ആയാലൊക്കെ സ്വലാത്തിലാണ്.
കാരണം എന്താണെന്നറിയോ? ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, എല്ലാ ഭക്ഷണത്തിലും അല്ലാഹു രോഗവും അതിന്റെ ശിഫാവും വെച്ചിട്ടുണ്ട്. ഇല്ലല്ല റുസ്സ, അരിയാഹാരം ഒഴിച്ച്. ഫഇന്ന ഫീഹി ശിഫാ, അരിയാഹാരത്തിൽ ശിഫാ മാത്രമേ ഉള്ളൂ, രോഗമില്ല. എന്നിട്ടും അരിയാഹാരം ഷുഗർ ഉള്ളവർക്ക് പറ്റാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ മനുഷ്യന്റെ നന്മ എവിടെ കിടക്കുന്നു എന്ന് ആലോചിക്കാം. മനുഷ്യന്റെ നന്മയേക്കാൾ കൂടുതൽ തിന്മ കൊണ്ട് ലോകത്തിന്റെ ഈ സന്തുലിതാവസ്ഥ തന്നെ മാറിയെന്ന് അതിനർത്ഥം. അരിയാഹാരത്തിന് സ്വലാത്ത് ചൊല്ലണം. എന്താ കാരണം എന്നറിയോ? അരിയാഹാരം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകാശത്തിൽ നിന്നും അല്ലാഹു യാതൊരുവിധ മാധ്യമവുമില്ലാതെ നേർക്ക് നേർ പടച്ചതാണത്രേ. അരിയാഹാരം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തിൽ നിന്നും അല്ലാഹു നേർക്ക് നേർ യാതൊരുവിധ മാധ്യമവുമില്ലാതെ പടച്ച ഭക്ഷണമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി കണ്ടോ മറ്റൊരു ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു ചെറുതായിരുന്നു. ആ സമയത്ത് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇരുന്ന് ഒരിക്കൽ ഭക്ഷണം കഴിക്കാൻ അവസരം ഉണ്ടായി. ഇതെന്തിനാ ഈ ഹദീസ് പറയുന്നത്? കൊച്ചുമക്കളെ പഠിപ്പിക്കണം. കൊച്ചുമക്കളെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ പഠിപ്പിക്കണം. ഇപ്പൊ നമുക്കൊക്കെ ഓർമ്മയുണ്ട്, നമ്മുടെ മാതാപിതാക്കൾ ആ കാലഘട്ടത്തിൽ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ഒരല്പമൊക്കെ താഴെ വീണ് കഴിഞ്ഞാൽ അത് എടുത്ത് കഴിക്കാനും അത് താഴെ വീഴുന്നതിൽ കർക്കശമായ ഭാഷയിൽ സംസാരിക്കാനും അവർ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. നമുക്കൊക്കെ ഓർമ്മയുള്ള കാര്യമാണ് അല്ലേ? എന്ന പോലെ മക്കളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭക്ഷണത്തിന്റെ പ്രാധാന്യം പഠിപ്പിക്കണം. മക്കളെ ഭക്ഷണത്തിന്റെ വില പഠിപ്പിക്കണം. മഹാനായ സഹാബി ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുകയാണ്, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ഒരു അവസരം ഉണ്ടായി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, ഖാലലി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ ബിസ്മില്ലാഹ്, എന്നോട് പറഞ്ഞു തന്നു, സമ്മില്ലാഹ, മോനെ ബിസ്മി ചൊല്ലിയേ. ഞാൻ ചെറുതാണ്, എനിക്ക് പറഞ്ഞു പഠിപ്പിക്കാം. മോനെ ബിസ്മി ചൊല്ലിയേ, ബിസ്മി ചൊല്ലിയിട്ട് വകുൽ മിമ്മാ യലീക് വകുൽ ബിയമീനിക വകുൽ മിമ്മാ യലീക്. സ്വഹീഹുൽ ബുഖാരി മുസ്ലിം ഇത് രേഖപ്പെടുത്തുന്നു. ബിസ്മി ചൊല്ലു മോനെ, നിന്റെ വലത്തെ കൈക്ക് നീ കഴിച്ചു പഠിക്ക്. പൊന്നുമോനെ, നിന്റെ വലത്തെ കൈ കൊണ്ട് കഴിക്കുകയും ബിസ്മി ചൊല്ലുകയും വലത്തെ കൈക്ക് കഴിക്കുകയും നിന്റെ തൊട്ടടുത്ത ഭാഗത്ത് നിന്ന് ഈ അറ്റത്ത് നിന്ന് ആ അറ്റത്തേക്ക് കഴിച്ചു പോകാം. അല്ലാതെ ഇങ്ങനെ ചില ആൾക്കാരുടെ മൊത്തത്തിലിട്ട് അങ്ങോട്ട് കുഴച്ച് മറിച്ച് ഈ മിക്സർ മെഷീനിൽ കോൺക്രീറ്റ് കുഴക്കണ മാതിരി അങ്ങനെയല്ല. ഭക്ഷണത്തിന് അതപുണ്ട്. പേടിയാവും. അവർ ഭക്ഷണം കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പേടിയാവും. ആകപ്പാടെങ്ങനെ കുഴച്ച് മറിച്ച് അങ്ങനെയല്ല. മോനെ, നീ ബിസ്മി ചൊല്ലണം, നിന്റെ വലത്തെ കൈ ഉപയോഗിക്കണം. എന്നിട്ടോ നിന്റെ തൊട്ടടുത്ത് ചേർന്ന ഭാഗത്ത് നിന്ന് കഴിച്ച പാത്രത്തിന്റെ അങ്ങേറ്റത്തേക്ക് അങ്ങനെ പോകണം. അല്ലാതെ അല്ല ഭക്ഷണം കഴിക്കണം. ബിസ്മി ചൊല്ലണം, വലത്തെ കൈ നിന്നോട് ചേർന്നിരിക്കുന്ന പാത്രത്തിന്റെ ആ ഭാഗത്തുള്ള ഭക്ഷണം നിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ കഴിച്ച് അപ്പുറത്തേക്ക് പോകണം. നിന്റെ തൊട്ടടുത്തുനിന്ന് കഴിക്കുക. ഇവിടെ വലത്തെ കൈയിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ പുതിയ ഈ ഗ്ലാസും പ്ലേറ്റും ഒക്കെ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ അടുത്ത കൈ കൊണ്ട് പിടിക്കും. ഇപ്പൊ ഏത് ഗ്ലാസും പാത്രമാണെങ്കിലും അടുത്ത കൈ കൊണ്ട് കുടിക്കണ വെള്ളം പിടിക്കുള്ളൂ. എന്തായാലും തിന്നുന്ന പാത്രം കഴുകുന്നതാണെങ്കിൽ കുടിക്കുന്ന പാത്രവും കഴുകും. തിന്നുന്ന പാത്രത്തിന്റെ അകത്ത് ഭക്ഷണത്തിന്റെ എച്ചിലും ഭക്ഷണത്തിന്റെ ശകലങ്ങളും ഒക്കെ ഇരിപ്പുണ്ടാവും. അതെന്തായാലും നല്ല വിലപിടിപ്പുള്ള സോപ്പ് വെച്ച് കഴുകി അത് വൃത്തിയാക്കും. കുടിക്കുന്ന പാത്രവും അതുപോലെ തന്നെ വൃത്തിയാക്കുന്നുണ്ട്, കഴുകുന്നുണ്ട്. അപ്പൊ തിന്ന കൈക്ക് അതിൽ പിടിച്ചപ്പോ എങ്ങനെയാ? തിന്ന കൈ കൊണ്ട് പിടിക്കണ്ട. തിന്നാൻ വേണ്ടിയിട്ട് വിരല ഉപയോഗിക്കുന്നത്, 3 വിരല ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ വിരലാണ്. ചിലരുണ്ട് ഉരുട്ടിയിട്ട് ഈ ക്രിക്കറ്റ് കളിക്കാരെ പന്ത് ഉരുട്ടണ പോലെ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ ഉരുളയാക്കുക. എന്തിനപ്പോ അതിന്? ഉള്ളം കൈയിലൊക്കെ ആവും. ഈ ഭാഗത്തേക്ക് ഭക്ഷണം ആവാൻ പാടില്ല. വിരലുകൊണ്ടാണ് കഴിക്കേണ്ടത്. വിരലുകൊണ്ടാണ് കഴിക്കേണ്ടത്. വിരലെന്നെ ഉപയോഗിക്കണം. വിരല് ചപ്പി വലിക്കുക എന്നൊരു സുന്നത്ത് പ്രത്യേകം പറയുന്നുണ്ടല്ലോ. പാശ്ചാത്യര് വടിയും കോലും പത്തലൊക്കെ ആയിട്ട് അവർ കഴിക്കുക.
അങ്ങനെ കുത്ത, അങ്ങനെ കോര, ആ ഒരു സംവിധാനം ഇസ്ലാമിക സംസ്കാരം. വിരൽ ഉപയോഗിക്കണം, ഭക്ഷണം കഴിക്കുന്നതിൽ വിരൽ ഉപയോഗിക്കണം, 3 വിരലാണ് ഉപയോഗിക്കേണ്ടത് പ്രധാനമായും. ആ രീതിക്ക് പോകണം. ചിലപ്പോൾ 2 കൈ ഉപയോഗിക്കേണ്ടി വരും. കാരണം പഴയ കാലത്ത് ഒട്ടകത്തിന്റെ ഇറച്ചിയൊക്കെയാണ് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ, അതിനൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഏതായാലും വലത്തെ കൈ എന്ന് പറയാറുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വലത്തെ കൈയിൽ ഇങ്ങനെ വിരലിലൊക്കെ അല്ലേ ആവുള്ളൂ. അപ്പൊ നമ്മള് കുടിക്കാനുള്ള വെള്ളം എന്ത് ചെയ്യണം? വലത്തെ കൈ കൊണ്ട് തന്നെ പിടിക്കണം. അപ്പൊ അതിന്റെ ആ എച്ചിലൊക്കെ ആ കുടിക്കുന്ന വെള്ളത്തിന്റെ പാത്രത്തിലായാൽ ആ വീട്ടുകാരനോ അല്ലെങ്കിൽ ആ ഭക്ഷണം തന്നവരോ നമ്മുടെ മുഖത്തേക്ക് നോക്കും, എന്തൂട്ട ഇയാൾ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇടത്തെ കൈക്ക് എടുക്കും. നമ്മൾ ഡീസന്റ് ആവുന്നതാ കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിന് എതിരാണിത്. അപ്പൊ അങ്ങനെ ചെയ്യേണ്ട, ഡീസന്റ് ആവാൻ അതിന് നല്ല വഴി ഞാൻ പറഞ്ഞുതരാം. ആ വെള്ളം എടുത്തിട്ട് നമ്മുടെ വലത്തെ കൈയില് ഈ ഭക്ഷണത്തിന്റെ എച്ചിലാവാത്ത ഭാഗം ഉണ്ടല്ലോ, വിരലല്ലാത്ത ഉള്ളൻ കൈ, അങ്ങോട്ട് എടുത്തു വെക്കുക. അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് വലത്തെ കൈ കൊണ്ട് കുടിക്കുക. ആ കുടിക്കുന്ന പാത്രം വീണു പോവാതിരിക്കാൻ ഇടത്തെ കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്യാം. ഇത് നമ്മൾ ഡീസന്റ് ആവാൻ ശ്രമിക്കുന്ന, നമുക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ വളരെ നമ്മൾ വലിയ മര്യാദക്കാരനാണെന്ന് കാണിക്കുന്ന സാഹചര്യത്തിലൊക്കെ ആണെങ്കിൽ, ഇതേക്കുറിച്ച് ബോധമുള്ള മനുഷ്യനാണെങ്കിൽ തന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഒരാള് ആ തിന്ന കൈ കൊണ്ട് തന്നെ കുടിക്കാൻ പാത്രത്തെ പിടിച്ചാൽ അതിലൊരു വൃത്തികേടോ ഒരു മോശത്തരോ വിചാരിക്കില്ല. അങ്ങനെയാണ് കഴിക്കേണ്ടത്. ഇത് കഴുകുന്ന പാത്രത്തിന്റെ കാര്യം പറഞ്ഞത്. ഇന്നിപ്പോ ഉള്ള ഈ കളയുന്ന ഗ്ലാസ്സുകളുണ്ട്, കളയുന്ന പാത്രങ്ങളുണ്ട്. ഒരു പ്രാവശ്യം ഉപയോഗിച്ച കളയും. ആ പാത്രത്തിൽ പോലും ഇടത്തെ കൈ കൊണ്ട് കുടിക്കാൻ എടുക്കുക. എന്തൊരു വിരോധാഭാസമാണ്. വലത്തെ കൈ തന്നെ വേണ്ടത്. ഏതായാലും അത് കളയല്ല, ഏതായാലും കളയാണ്. അപ്പൊ ആ ഇടത്തെ കൈ കൊണ്ട് പിടിക്കല്, വലത്തെ കൈ കൊണ്ട് അങ്ങോട്ട് പിടിച്ചോ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതൊക്കെ ഓർത്ത് ചിന്തിച്ച് ചെയ്യണമെങ്കിൽ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിന്റെ വില നമ്മൾ അറിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ കാലഘട്ടത്തിലെ സുന്നത്തുകളെ ഹയാത്താക്കി കഴിഞ്ഞാൽ അള്ളാഹു 100 ഷഹീദിന്റെ കൂലിയ നൽകാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ വലത്തെ കൈക്ക് കഴിക്കാം, കുടിക്കാം, ഉപ്പ് നോക്കാം. ചിലരുണ്ട് ഈ ഇടത്തെ കൈയിലേക്ക് ഒഴിക്കും, എന്നിട്ട് ഇങ്ങനെ ഇടത്തെ കൈ അല്ല വലത്തെ കൈയിൽ ഒഴിക്കാം. വലത്തെ കൈയിൽ ഒഴിച്ചിട്ട് വലത്തെ കൈ കൊണ്ട് ഉപ്പ് നോക്കാം, പുളി നോക്കാം. ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസിലേക്ക് പോകാം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അവിടുത്തെ സ്വഭാവം കണ്ടോ? ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു قال ما عاب رسول الله صلى الله عليه وسلم طعاما قط. അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കലും ഒരു ഭക്ഷണത്തിനും കുറ്റം പറഞ്ഞിട്ടില്ല. ഇല്ല, ഉപ്പ് കൂടിയാലും മുളക് കൂടിയാലും കുറ്റമായി പറഞ്ഞിട്ടില്ല. ഇത്തിരി എരിവ് കൂടുതലുണ്ടായിരുന്നു, ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ നമ്മൾ നടത്തുകയാണെങ്കിൽ അത് സുന്നത്തിന് വിരുദ്ധമല്ല. എന്തൂട്ട് ഇതാകെ ഉപ്പും മുളകൊക്കെ ആണല്ലോ, അങ്ങനെയൊക്കെ പറയാറില്ലേ, കുറ്റപ്പെടുത്തരുത്. ഭക്ഷണം ആദരണീയമാണ്. ഭക്ഷണം ആദരണീയമാണ്. നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാരൻ വരുന്നതിന്റെ 40 ദിവസം മുന്നേ ആ ഭക്ഷണം നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരു വിരുന്നുകാരൻ വരാനുള്ളതിന്റെ 40 ദിവസം മുമ്പേ. റിസ്ഖാണ് ഭക്ഷണം. റിസ്ഖാണ്, അല്ലാഹു തരുന്ന ഒരു അനുഗ്രഹമാണ് ഭക്ഷണം. ഭക്ഷണത്തെ ആദരിക്കാതെ എങ്ങനെ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റും? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭക്ഷണത്തെയും കുറ്റം പറയുമായിരുന്നില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ വീടുകളിലുള്ള ശുചായികളായ വലിയ വലിയ ആളുകളുണ്ട്. ഒരു മുടി എങ്ങാനും വീണ പടച്ച റബ്ബേ, നജസാത്, വൃത്തികെട്ട സാധന. ഒരു മുടി മനഃപൂർവ്വമല്ലല്ലോ, അതായത് ഒരു മുടി ഒരു ഭക്ഷണത്തിൽ വീണാൽ പിന്നെ വലിച്ചെറിയല്, എന്തൊക്കെ കോലാഹലങ്ങളാ. അതങ്ങെടുത്ത് കളഞ്ഞാ പോരെ ചങ്ങാതി. എന്തായാലും ആ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും ആയിരിക്കൂലോ അത്. ഭക്ഷണത്തെ കുറ്റം പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ഭർത്താക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ഇനിസ്തഹാ, ഹബീബിന് ഇഷ്ടമാണ് എങ്കിൽ അകലഹു, അത് തിന്നും. വയിൻ കരിഹ, അവിടുന്ന് ആ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ തറക്കഹു, തിന്നാതിരിക്കും. ഇഷ്ടാണെങ്കിൽ തിന്നും, അല്ലെങ്കിൽ തിന്നാതിരിക്കും. ഇതൊരു മര്യാദയാണ്. അതാണൊരു മര്യാദ. അപ്പൊ ഇഷ്ടമുള്ളതും ഇല്ലാത്തതും ഉണ്ടാവൂലോ.
ഇഷ്ടമുള്ളത് തിന്നും, ഇഷ്ടമില്ലാത്തത് തിന്നൂല. വേണ്ട, ഇഷ്ടമല്ലേ തിന്നണ്ടെന്നേ കുറ്റം പറയണെന്ന്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃകയാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി കണ്ടോ മറ്റൊരു ഹദീസ്. ഭക്ഷണവും ബിസ്മിയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഭക്ഷണത്തിൽ പിശാച് കൂടെ ഇരുന്ന് കഴിക്കുന്ന ഒരു അവസ്ഥ വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. عن جابر بن عبد الله رضي الله عنه قال سمعت النبي صلى الله عليه وسلم يقول അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ജാബിർ തങ്ങൾ പറയാണ്, ഇന്ന ശൈത്വാന യഹ്ദുറു അഹദകും ഇൻദ കുല്ലി ശൈഇൻ മിൻ ശഅനിഹി, നിങ്ങളിൽപ്പെട്ട ഓരോരുത്തരുടെയും സർവ്വ കാര്യങ്ങളിലും ശൈത്താൻ കൂടെ വരുന്നുണ്ട് ട്ടോ. അല്ലാഹുവേ പടച്ചോൻ കാക്കട്ടെ. നന്മ ചെയ്യുന്നോടത്തും ശൈത്താനുണ്ട്, തിന്മ ചെയ്യുന്നോടത്തും ഉറപ്പായിട്ടുണ്ടാവുമല്ലോ. നിങ്ങളുടെ ഓരോ കാര്യങ്ങളിലും പിശാച് നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ സമീപത്തുണ്ടവൻ. ഹബീബ് പറയാണ്, ഹത്താ യഹ്ദുറഹു ഇൻദ തുആമിഹി, പ്രത്യേകം പറഞ്ഞു ഭക്ഷണം കഴിക്കുന്ന നേരത്ത് പിശാച് അടുത്ത് വരാറുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഭക്ഷണം കഴിക്കുന്നോടത്തും പിശാച് വരും. ഫഇദാ സഖതത് മിൻ അഹദികുമുൽ ലുഖ്മാ, അതുകൊണ്ട് നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോ എന്തെങ്കിലും ഒന്ന് താഴെ വീണാൽ, ഉദാഹരണം ചിപ്സ് കഴിക്കാണ്, താഴെ വീണു, അല്ലെങ്കിലോ വേറെന്തെങ്കിലും കഴിച്ചോ ഒന്ന് താഴെ വീണാൽ, താഴെ വീണ് കഴിഞ്ഞാൽ ആ താഴെ വീണ ഭക്ഷണ ശകലത്തിൽ എന്തെങ്കിലും ഒന്ന് പുരണ്ടിട്ടുണ്ടെങ്കിൽ അത് തൂത്ത് കളയാം. എന്തെങ്കിലും ഒന്ന് പുരണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ ഭക്ഷണം കഴിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് വൃത്തിയുള്ള ഭാഗമായിരിക്കണം കേട്ടോ. അപ്പോഴാ താഴെ വീണ് കഴിഞ്ഞാൽ തൂത്ത് കളയാൻ പാകത്തിന് അത് വൃത്തികേടാവുള്ളൂ. ചില വൃത്തികെട്ട സ്ഥലത്തുനിന്ന് ഭക്ഷണം കഴിക്കരുത്. ഭക്ഷണം കഴിക്കുന്ന സ്ഥലം ശുദ്ധമായിരിക്കണം, ശുദ്ധമായ പരിസരത്തായിരിക്കണം ഭക്ഷണം കഴിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടതില്ല, ഭക്ഷണം കഴിക്കൽ ഇബാദത്താണ്. ഇബാദത്താണെന്ന പരിഗണനയിൽ ഭക്ഷണം കഴിക്കലിന് നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതൊക്കെ നടക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഭക്ഷണം കഴിക്കുമ്പോൾ ശുദ്ധമായ ഭാഗത്തിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കണം. അപ്പൊ താഴെ വീണ് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ തട്ടിക്കളഞ്ഞാൽ മതി. എന്നിട്ടോ അതിൽ പുരണ്ടിരിക്കുന്ന കരടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തട്ടിക്കളഞ്ഞത് വൃത്തിയാക്കിയിട്ട് സുമ്മലിയ കുലുഹ, പിന്നെ അതവൻ കഴിക്കണം, തിന്നണം. ഡെസ്കിന്റെ പുറത്ത് ചോറ് വീണാൽ, അപ്പൊ ഈ ചില ഹോട്ടലിലെ ഡെസ്കിന്റെ പുറത്തൊക്കെ ചോറ് വീണ് കഴിഞ്ഞാൽ തിന്നാൻ കൊള്ളൂല, അത് വേറെ കാര്യം. കാരണം അത് അത്ര വൃത്തികേടാക്കി അവിടെയുള്ള എച്ചിലൊക്കെ കൂടി ഇങ്ങനെ ഒരു വൈപ്പറിലിട്ട് ഇങ്ങനെ അരച്ച് കുഴച്ച്, പിന്നെ ഒരു വൃത്തികെട്ട തുണി കൊണ്ട് ഇങ്ങനെ തുടച്ച്, ആ രീതിയല്ല. നമ്മുടെ വീടുകളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ, എന്തിനാന്ന് ഇപ്പൊ താഴെ പോവാതെ കഴിച്ചുകൂടെ? നമ്മുടെ വീടുകളിലൊക്കെ നല്ല വൃത്തിയുള്ള ഭാഗമായിരിക്കുമല്ലോ, ടേബിളൊക്കെ നല്ല ശുദ്ധമായ തുണി കൊണ്ടൊക്കെ തുടച്ച് എപ്പോഴും വൃത്തിയാക്കിയിരിക്കണം. പ്ലേറ്റ് പോലെ തന്നെ വൃത്തിയായിരിക്കണം, ശുദ്ധമായിരിക്കണം. ഹബീബ് പറയുന്നു, അങ്ങനെ താഴെ വീണതിന്റെ കരടും പൊടിയും തുടച്ചു കളഞ്ഞിട്ട് കഴിക്കാം. അല്ലാതെ അത് ശൈത്വാന് വേണ്ടിയിട്ട് ഉപേക്ഷിക്കരുത്. ശൈത്വാൻ ആ ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. നമ്മുടെ അധ്വാനത്തിൽ നിന്ന് ശൈത്വാനും ചെലവിന് കൊടുക്കരുത്. ബർക്കത്ത് ഉണ്ടാവൂല. നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒരു സ്വാലിഹായ മഹാൻ കഴിച്ച ബർക്കത്ത് ഉണ്ടാവും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒരു പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ദറസിലോതുന്ന കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ നാട്ടുകാർ മത്സരിക്കായിരുന്നു. ആ വീട്ടിലേക്ക് ഒരു കുട്ടി വന്നാൽ, ദറസിൽ പഠിക്കുന്ന ഒരു കുട്ടി വന്നാൽ ആ കുടുംബത്തിലെ അംഗമാണ്. 5-8 വർഷമൊക്കെ ഭക്ഷണം തന്നവര് ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ. ഞങ്ങളൊക്കെ എപ്പോഴും ഓർക്കും അവരെ. ഒരു ഹറഫ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒറ്റൊരാളുടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ, അതൊക്കെ എന്നും ഓർക്കും. ദർസിൽ പഠിച്ച ആ പഴയ കാലത്തെ ആലിമീങ്ങളുടെ ഒരു ബർക്കത്ത് അതാ. അവർക്ക് ഈ നാട്ടുകാരുടെ ഹലാലായ ഭക്ഷണം കഴിച്ചിട്ട് അതെപ്പോഴും ഓർക്കും, അവർക്ക് വേണ്ടി ദ്വാരക്കും. ഒരു ഉപ്പ ഉമ്മ ബന്ധമാണ് ആ കുടുംബത്തോടുള്ളത്. ഞങ്ങൾക്കൊക്കെ അതൊരു അനുഭവമായി എന്നും മനസ്സിലിങ്ങനെ നല്ല സന്തോഷം തരുന്ന ഓർമ്മകൾ. പല വീടുകളിലെയും ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അങ്ങനെ സന്തോഷത്തോടു കൂടെ നമ്മളെ ഏറ്റെടുത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇപ്പോഴും ഉസ്താദ്മാർക്ക് ചെലവ് കൊടുക്കുക എന്നത് ഒരു ആഘോഷമാക്കുന്ന കുടുംബങ്ങളുണ്ട്. ഒരു വലിയ സന്തോഷം. ഉസ്താദ്മാർക്ക് ചെലവ് കൊടുക്കുന്ന ദിവസമാണ് പഴയ കാലത്തൊക്കെ ഒരു വീട്ടില് ഒരു പപ്പടം പൊരിക്കുക. കാരണം ഭക്ഷണം കൊടുക്കുക എന്നത് ഒരു സ്വാലിഹായ മനുഷ്യനാണ് തിന്നണമെങ്കിൽ അതിന്റെ ബർക്കത്ത് ഉണ്ടാവുന്ന ഒരു വിശ്വാസമുണ്ട്. സത്യത്തിൽ വസ്തുത അത് തന്നെയാണ്.
ഒരു സ്വാലിഹായ മനുഷ്യൻ നമ്മുടെ ഭക്ഷണത്തിന്റെ അംശം കഴിക്കുന്നുവെങ്കിൽ നമുക്ക് ബർക്കത്ത് കിട്ടും. അപ്പോ ഒരു ശൈത്വാൻ വന്ന് തിന്ന ബർക്കത്ത് പോകുന്നല്ലേ അതിന്റെ മറുവശം. ശൈത്വാന് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം ഒരുക്കാം. റസൂലുള്ളാഹി പറഞ്ഞു, ഭക്ഷണത്തിൽ നിന്ന് താഴെ പോകുന്നതിൽ കരടുണ്ടെങ്കിൽ തട്ടി മാറ്റിയിട്ട് നിങ്ങൾ തിന്നാൻ യോഗ്യമായതാണെങ്കിൽ കഴിച്ചോളണം, അത് ഉപേക്ഷിക്കല്ലേ ശൈത്വാന് വേണ്ടിയിട്ട്. എത്ര ഭക്ഷണം ഒരു വീട്ടില് ഒരു ദിവസം കളയുന്നത് ആലോചിച്ചിട്ടുണ്ട്? ഭക്ഷണത്തിൽ എന്താ കളയാനുള്ളത്? ഭക്ഷണത്തിലൊന്നും കളയാനില്ല. പഴയകാലത്തെ മനുഷ്യന്മാര് ചോറ് വെച്ച കഞ്ഞിവെള്ളം ഉണ്ടാവും, കഞ്ഞിവെള്ളം കുടിക്കും. ഇന്ന് കഞ്ഞിവെള്ളം കുടിക്കുന്ന കുട്ടികളുണ്ട്. കഞ്ഞിവെള്ളം കളയില്ല, കഞ്ഞിവെള്ളം കുടിക്കും. ഇനി എന്നിട്ടും ബാക്കിയാണെങ്കിൽ അത് കളയില്ല. വീട്ടിൽ വളർത്തു മൃഗങ്ങൾ ഉണ്ടാവും. ഇന്ന് ഭക്ഷണം കളയുന്നതിന് ഒരു കല്യാണമൊക്കെ കഴിഞ്ഞാൽ എത്രയാ കുഴിച്ചുമൂടാ. പിന്നെ വേറൊരു സംവിധാനവും ഇതിന്റെ കൂടെ പറയാം. എവിടെയൊക്കെ ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും വന്നിരിക്കുമ്പോൾ ടേബിളിന്റെ മുകളിൽ എല്ലാം ഉണ്ടാവും. അപ്പൊ അവിടെ ഉണ്ടാവും ചില വിളമ്പന്മാര്, അവരാണ്ട് വിളമ്പിയിട്ട് അങ്ങോട്ട് നാശാക്കും. ഈ വന്നിരിക്കുന്ന ആളുടെ മുന്നിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ അവരുടെ അളവും വിശപ്പും അനുസരിച്ച് അവർ കഴിച്ചോളൂല്ലേ. ഈ വിളമ്പാൻ നിൽക്കണമെന്ന് വിളമ്പുമ്പോ അതിനൊരു മര്യാദ ഉണ്ട്. അയാൾ കഴിക്കൂല, അയാളുടെ സമ്മതമല്ല, അതാണ് കമഴ്ത്ത. ഭക്ഷണം കൊണ്ട് പീഡിപ്പിക്കാന്ന് പറയും. ആ സ്വഭാവം ശരിയല്ല. ഇഷ്ടമുള്ളതും താല്പര്യമുള്ളതും എടുത്ത് കഴിച്ചോളും. ജസ്റ്റ് ഒന്ന് പറയാം, അല്ലെങ്കിൽ നിർബന്ധിക്കാം. അല്ലാതെ ബലാത്കാരം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ചെയ്യരുത്. അത് ഓരോരുത്തരുടെ ശാരീരിക അവസ്ഥയും ആ സമയത്തിന്റെയും സാഹചര്യത്തിന്റെയും ഒക്കെ രീതികൾ അനുസരിച്ചായിരിക്കും ഓരോരുത്തരും കഴിക്കുക. അപ്പൊ അങ്ങനെയാണ്. ഏതായാലും സ്വാലിഹായ മനുഷ്യൻ ഭക്ഷണത്തിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ബർക്കത്ത് ഉണ്ടാവുമെങ്കിൽ ഇബ്ലീസ് കഴിച്ചാൽ എന്തായാലും അതിൽ ബർക്കത്ത് പോകുന്ന ഹബീബ് പഠിപ്പിച്ചു. ഭക്ഷണത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ അവന്റെ വിരലുകൾ ചപ്പി വലിക്കട്ടെ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിരലുകളെ പറഞ്ഞിട്ടുള്ളൂ. അതിൽ നിന്ന് മനസ്സിലാക്കാൻ ഭക്ഷണം കഴിക്കുന്നിടത്ത് ഉപയോഗിക്കേണ്ടത് വിരലാണ്. പിന്നെയോ അവൻ അറിയില്ല അവൻ കഴിച്ച ഭക്ഷണത്തിന്റെ ഏത് ശകലത്തിലാണ്, കഷ്ണത്തിലാണ് അള്ളാഹു ബർക്കത്ത് വെച്ചതെന്ന് അവൻ അറിയില്ല. ചിലപ്പോ കയ്യിലിരിക്കുന്ന വറ്റിന്റെ ഒരു കഷ്ണത്തിലായിരിക്കും ബർക്കത്ത്. അത് കഴിച്ച ബർക്കത്താവും. അവന് ബർക്കത്ത് കിട്ടിക്കഴിഞ്ഞാൽ സമ്പത്ത് ഉണ്ടാവും, രോഗം മാറും, കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും, അള്ളാഹുടെ പൊരുത്തം ഉണ്ടാവും. ആ ഭക്ഷണത്തിന്റെ ഊർജ്ജം ഇബാദത്തിന് ചെലവാകും. ആ ഭക്ഷണം കഴിക്കൽ മുഖേന പാപം പൊറുക്കും. അതൊക്കെ വരുന്നുണ്ട് ഹദീസ്. ബർക്കത്ത് ചിലപ്പോ അതിലായിരിക്കും. അതുകൊണ്ട് വിരലുകൾ ചപ്പി വലിക്കണം. വിരലെന്ന് പറഞ്ഞൊന്ന് മനസ്സിലാക്കാം. വിരലല്ലാത്തത് ഈ ഭാഗമൊന്നും അതിൽ പെടൂല. ഭക്ഷണം പരമാവധി ഉപേക്ഷിക്കാതിരിക്കുക. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു ഹദീസ് ഉണ്ട്, ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഓർമ്മ വരുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കാൻ നേരത്ത് പിശാച് വീടിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന, എല്ലാ വീടിന്റെ മുകളിൽ പിശാചുണ്ട്, ജിന്നുകൾ താമസമുണ്ട്. ഫത്ഹുൽ ബാരിയിലെ ഹദീസ് ഉണ്ട്. അങ്ങനെ ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുമ്പോൾ രാവിലത്തെ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും നസലു ഇറങ്ങി വരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഈ ഭക്ഷണം കഴിക്കുന്നവൻ പറയലോടുകൂടെ എല്ലാവരും ഇന്ന് ഞങ്ങൾ പട്ടിണിയിലായല്ലോ എന്ന് പറഞ്ഞ് ഈ പിശാചുക്കൾ മുഴുവനും കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ കുടുംബത്തിലുണ്ടാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഭക്ഷണം കഴിക്കുന്നിടത്ത് ബിസ്മി ചൊല്ലിയാൽ പിശാച് കരഞ്ഞിട്ട് പോകും. എന്നാൽ മനസ്സിലാക്കിക്കോ, ഭക്ഷണത്തിന്റെ എന്തെങ്കിലും ഒന്ന് നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. ഉദാഹരണം, മത്സ്യം കഴിക്കുന്നുവെങ്കിൽ അതിന്റെ മുള്ള് ഉപേക്ഷിക്കേണ്ടതാ. ഇറച്ചി കഴിക്കുന്നുവെങ്കിൽ അതിന്റെ എല്ല് ഉപേക്ഷിക്കേണ്ടതാ. ഭക്ഷണമാണല്ലോ എല്ല്. ഉപേക്ഷിക്കേണ്ടി വരുമ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന വീട്ടുകാരികളായ ഉമ്മമാരെ, നിങ്ങൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും വേസ്റ്റ് കളയേണ്ടി വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിന്റെ ഭാഗമാണ് എങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് കളയണം. ഭക്ഷണം കളയണം എന്നല്ലാട്ടെ പറഞ്ഞത്. എന്തെങ്കിലും ഈ മീന്റെ മുള്ളൊക്കെ കളയേണ്ടി വരുമല്ലോ. അപ്പൊ പൂച്ച തിന്നും, കാക്ക തിന്നും. ബിസ്മി ചൊല്ലി അവർക്ക് കൊടുത്ത കൂലിയും കിട്ടും. അത് മറ്റൊരു ജീവിക്ക് ഭക്ഷണമാവട്ടെ എന്ന നെയ്യത്തിൽ വേണം അത് ഉപേക്ഷിക്കാൻ. അപ്പൊ ബിസ്മി ചൊല്ലിയിട്ട് ഉപേക്ഷിക്കണം. അങ്ങനെ വരുമ്പോ ആ മറ്റു ജീവിക്ക് ഭക്ഷണം കൊടുത്ത കൂലിയും ബിസ്മി ചൊല്ലി അതൊരു ഇബാദത്താക്കി കൊടുക്കുന്ന കൂലിയും പിശാച് തിന്നാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തടസ്സം സൃഷ്ടിക്കലുമാണ് അവിടെ ഉണ്ടാകുന്നത്.
അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഏതായാലും ഈ ഭക്ഷണം കഴിക്കുന്നതിൽ ബർക്കത്തുണ്ട്. ഇമാം മുസ്ലിമിന്റെ ഹദീസാണ് ഇപ്പോൾ നമ്മൾ കുറച്ചു മുമ്പ് പാരായണം ചെയ്തത്. മഹാനായ സ്വഹാബി ജാബിർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങളെ തൊട്ട് വീണ്ടും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ അഖൽ അസാബിഇ വസ്സഹഫ. അവിടുന്ന് വിരലുകൾ ചപ്പി വലിച്ച് നക്കി തുടച്ച് കഴിക്കാനും പ്ലേറ്റ് ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി കഴിക്കാനും കൽപ്പിച്ചിരുന്നു. റസൂലുള്ളാഹി കൽപ്പിച്ച ചെയ്തേ പറ്റൂ. സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് കാണാം. ഈ വഴുതനൊക്കെ പോകുമ്പോ ഈ പാത്രമൊക്കെ അങ്ങനെ തുടച്ച് വൃത്തിയാക്കി കഴിക്കുന്ന എങ്ങാനും കണ്ടാൽ വീട്ടുകാർ ഓർക്കും, പഠിച്ചോ മൊയിലാർക്കുന്നത് തികഞ്ഞിട്ടില്ല. അങ്ങനെ അനുഭവമുള്ള ഉസ്താദ്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് അനുഭവമില്ല, അങ്ങനെ അനുഭവം ഉള്ളവരൊക്കെ ഉണ്ട്. ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി കഴിക്കുമ്പോൾ ആ വീട്ടിലെ താത്തവർക്ക് ഈ മൊയിലാരങ്ങാണ്ട് പട്ടിണി കിടന്നിട്ട് പന്ന കുറച്ചും കൂടി ചോറ് വേണി ഇട്ട് കൊടുക്ക് എന്ന് പറയും ചിലപ്പോ. അതല്ല, മൂപ്പര് പട്ടിണി കിടന്നിട്ടല്ല വന്നെ കിതാബ് ഓതിയിട്ടാ വരുന്നത്. അതുകൊണ്ട് അങ്ങനെ കാണിക്കുക. ഞാൻ നിർത്താണ്, ചുരുക്കാണ്. ഹബീബായ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു ചര്യ നോക്കിക്കോ. അൻഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ യുതനഫസ ഫിൽ ഇനാ. നമ്മൾ കുടിക്കുന്ന പാത്രത്തിലേക്ക് ദീർഘമായി നിശ്വാസം വിട്ടുകൊണ്ടിരിക്കുക ഹബീബ് തടഞ്ഞതാണ്, ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ വെള്ളം കുടിക്കാം? ഇരുന്നിട്ട് കുടിക്കണം, മുറുക്കായി കുടിക്കണം, അങ്ങനെ പറയാം. വലത്തെ കൈക്ക് കുടിക്കണം, ബിസ്മി ചൊല്ലിയിട്ടാവണം. അങ്ങനെ ഒരുപാട് അഥവകളുണ്ട്. പടച്ചോനെ വെള്ളം കുടിക്കുമ്പോൾ നെയ്യത്ത് ചെയ്യണം, പടച്ചോനെ എന്റെ ദാഹം മാറണം, എനിക്ക് ഇത് ഒരു അമലാവണം. സുന്നത്തുകൾ പാലിച്ചുകൊണ്ടാണ് ചെയ്യുമ്പോ, ബിസ്മി ചൊല്ലിയിട്ടാണ് ചെയ്യുമ്പോ അത് ഇബാദത്താവും. മുറുക്കായി കുടിക്കണം. ഒന്ന് കുടിച്ചു, രണ്ടു കുടിച്ചു, അങ്ങനെ കുറെ. അല്ലാതെ ഒട്ടകം കുടിക്കുന്ന പോലെ നിങ്ങൾ കുടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷുർബൽ ഹീം എന്ന് ഖുർആനിലുണ്ട്. നരകവാസികളാണ് അങ്ങനെ കുടിക്കുള്ളൂ. മാഉൽ ഹമീം കുടിക്കുമ്പോൾ ഷുർബൽ ഹീം എന്ന് പറയുന്നുണ്ട് സൂറത്തുൽ വാഖിഅയിൽ. ഒട്ടകം കുടിക്കുന്ന പോലെ കുടിക്കണം. ഒട്ടകം ഇങ്ങനെ തല പാത്രത്തിലേക്ക് വെച്ചാൽ പിന്നെ അത് തീരില്ല കണക്ക്. 50 മിനിറ്റ് വരെ വെള്ളത്തിൽ തല മുക്കി പിടിക്കും, വെള്ളം കുടിക്കാനുള്ള ദാഹം കൊണ്ട്. ഒരു പക്ഷെ ഒട്ടകത്തിന് സാധ്യമാണത്. ഒട്ടകം കുടിക്കുന്ന പോലെ കുടിക്കല്ലേ, അത് നരകവാസി കുടിക്കുന്ന കുടിക്കലാണ്. സത്യവിശ്വാസി കുടിക്കേണ്ടത് ഇങ്ങനെ മുറുക്കായി കുടിക്കണം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കുന്ന പാത്രത്തിലേക്ക് നിശ്വാസമായി പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പരമാവധി അതിനുള്ള ഗ്യാപ്പ് കൊടുക്കാതെ പാത്രം മാറ്റണം. കുടിക്കാം, പാത്രം മാറ്റാൻ നിശ്വാസമായി പുറത്തു പോരാൻ കാരണം അത് രോഗാണുക്കൾ നിറഞ്ഞതായിരിക്കാം. നിശ്വാസമായി അല്ലേ, വിസർജ്യ വസ്തു അല്ലേ. അതിൽ ശാസ്ത്രം പറയുന്നത് ചിന്തിച്ചു നോക്ക്. ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കളയുന്ന നിശ്വാസവായു വിസർജന വസ്തുവാണ്. ആ വിസർജന വസ്തു ചാടിയ വെള്ളം കുടിക്കില്ലെന്നാ പറഞ്ഞത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത്രയും വലിയ ഒരു വൈദ്യശാസ്ത്രം പറഞ്ഞു. എന്നാൽ നമുക്കത് സുന്നത്തിലൂടെ പാലിക്കലല്ലേ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗ്യമായിട്ട് കാണേണ്ടത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പിന്നെയോ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് ഊതാൻ പാടില്ല. ഊതലും ഹബീബായ നബി തങ്ങൾ തടഞ്ഞിട്ടുണ്ട്. ചില പെണ്ണുങ്ങളുണ്ട്, ഉപ്പ് നോക്കാനും എരിവ് നോക്കാനും പുളി നോക്കാനും ഇങ്ങനെ ഇടത്തെ കൈയിലൊക്കെ ഒഴിക്കാം, അത് വലത്തെ കൈയിലൊക്കെ ഒഴിച്ചു തന്നെ കഴിക്കാം. എന്നാൽ ഹൂ എന്ന് പറഞ്ഞാൽ ഊതും. ഊതിയിട്ടാണ് അവരെന്ത് ചെയ്യുക, ഉപ്പും പുളിയൊക്കെ നോക്കുക. ഊതാൻ പാടില്ല. അത് ഊതണ്ടെന്നേ. അതൊരു കയ്യില് ഇതൊരു തവി എടുക്കുക, അതിലേക്ക് ഒഴിക്കുക, എന്നിട്ട് ഇങ്ങനെ പതുക്കെ കറക്കി 2 മിനിറ്റ് വേണ്ടി വരും. എന്നിട്ട് സുന്നത്ത് പാലിക്കാനാകുമ്പോൾ അങ്ങനെയൊക്കെ വേണ്ടി വരും. കുറച്ചൊക്കെ ക്ഷമ വേണം. വെറുതെ ഒന്നും സ്വർഗം കിട്ടൂല, കുറച്ചൊക്കെ അധ്വാനിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആരെയും വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല, അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി കേട്ടോ, ഭക്ഷണം കഴിച്ച പാപം പൊറുക്കും. നമ്മുടെ ചെയ്ത തെറ്റൊക്കെ അള്ളാഹു പുറത്തു തരും. അതിനെന്ത് ചെയ്താൽ മതി? ഭക്ഷണം കഴിച്ചാൽ മതി. ഇത്രയും നല്ല ഓഫർ എവിടെയാ ഉള്ളത്? ഭക്ഷണം കഴിച്ച അള്ളാഹു തെറ്റുകുറ്റങ്ങൾ പുറത്തു തരുമെന്ന് പറഞ്ഞ ഓഫർ എവിടെയാ ഉള്ളത്? അള്ളാഹുവിന്റെ ദീനിലേ ഉള്ളൂ. ഭക്ഷണം കഴിച്ചാൽ അബൂദാവൂദിന്റെ സുനനിലുണ്ട് ഹദീസ്. ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ എന്നിട്ട് അവൻ പറഞ്ഞു,
ഭക്ഷണം കഴിക്കുമ്പോൾ ഇതുവരെ പറഞ്ഞ അതവുകളൊക്കെ പാലിക്കണം. 2 കൈയും വായും കഴുകിയിട്ട് തുടങ്ങാം. ബിസ്മി ചൊല്ലാം, നിയ്യത്ത്, പടച്ചോനെ ആരോഗ്യമുണ്ടാകാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നോ, അല്ലെങ്കിൽ സുന്നത്തിനെ പാലിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നോ, അതിനൊക്കെ നിയ്യത്ത് ചെയ്യാം. ഹലാലായ എന്തെങ്കിലും ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കണം. ഇബാദത്തിന് ആരോഗ്യം കിട്ടാൻ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ആരോഗ്യം കിട്ടണം, അതിന് ഞാൻ ഭക്ഷണം കഴിക്കുന്നു. ഹബീബ് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഞാൻ ഭക്ഷണം കഴിക്കുന്നു, ഇങ്ങനെയൊക്കെ നിയ്യത്ത് ചെയ്യാം. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഒരാൾ തയ്യാറായി. എന്നിട്ടോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഒന്നുകൂടി പറയാം. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. നീ എനിക്ക് ഈ ഭക്ഷണം തിന്നാൻ തന്നു. പിന്നെയോ എന്റെ കഴിവ് കൊണ്ടോ എന്റെ ശക്തി കൊണ്ടോ എന്റെ അധ്വാനം കൊണ്ടോ അല്ല ഈ ഭക്ഷണം എന്റെ വായിലും വയറ്റിലും എത്തിയത്. നിന്റെ കാരുണ്യം കൊണ്ടാണല്ലോ, നിനക്ക് സ്തുതി. ഇതാണ് ദിക്ർ. ഈ ദിക്ർ ഭക്ഷണം കഴിച്ച ശേഷം ഒരാൾ പറഞ്ഞാൽ, ഇത് മാത്രം പറഞ്ഞതുകൊണ്ടായാലും അതിനു മുമ്പ് ചെയ്യേണ്ട നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തിരിക്കും. അങ്ങനത്തെ ഒരു ഭക്ഷണം കഴിക്കലാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അവന്റെ സർവ്വപാപങ്ങളും അല്ലാഹു പൊറുക്കുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭക്ഷണം കഴിക്കലുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കൽ ഇബാദത്താണ്.